നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള വലിയപറമ്പിൽ ബീവറേജ് ഷോപ്പ് പുനഃസ്ഥാപിക്കുവാനുള്ള അനധികൃത നീക്കത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. മദ്യശാല ആരംഭിക്കുന്നതിൽ നാട്ടുകാരെ കൂടി കേൾക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കുഴൂർ തെക്കൻ താണിശ്ശേരി സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ പഠനോത്സവവും ICICI ഫൗണ്ടേഷൻ നൽകിയ അസ്ട്രോണമി ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. വാർത്തകൾ വിശദമായി. മാള വലിയപറമ്പിൽ ബീവറേജ് ഷോപ്പ് പുനഃസ്ഥാപിക്കുവാനുള്ള അനധികൃത നീക്കത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. മദ്യശാല ആരംഭിക്കുന്നതിൽ നാട്ടുകാരെ കൂടി കേൾക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പ്രദേശവാസികളാണ് കോടതിയെ സമീപിച്ച് സ്റ്റേ ഉത്തരവ് വാങ്ങിയത്. ഇതോടെ മാള വലിയപറമ്പ് ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള ഒരു വിഭാഗം ആളുകളുടെ നീക്കം പാളി. അതേസമയം ജനങ്ങളെ കേട്ടെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയാണ് ബീവറേജ് കോടതിയിൽ എത്തിയതെന്നറിയുന്നു. ഇതിനെതിരെയാണ് വീണ്ടും നാട്ടുകാർ കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ പക്ഷം കേട്ടിട്ടില്ലെന്ന് കോടതിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ഇവർ കോടതിയിൽ ബോധിപ്പിച്ചു. തുടർന്ന് കോടതി എക്സൈസ് വകുപ്പിനോട് വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. നേരത്തെ ബീവറേജ് കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ ജനരോക്ഷം ശക്തമായിരുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ച നീക്കം വീണ്ടും സജീവമാവുന്നതിനിടയിലാണ് കോടതിയുടെ ഇടപെടൽ. കുഴൂർ തെക്കൻ താണിശ്ശേരി സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ പഠനോത്സവവും ICICI ഫൗണ്ടേഷൻ നൽകിയ അസ്ട്രോണമി ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. ഇപ്പോൾ നിങ്ങളുടെ പേരത്തുമ്പിൽ മൊബൈലും ലാപ്ടോപ്പും ടാബൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഞങ്ങളെ കൂടുതൽ, നേരത്തെ സിൻഡോ ദേവസ്യ അവരോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിൽ കൂടുതൽ വിവരവും അനുഭവങ്ങളും കൂടുതലുള്ളത് നിങ്ങൾക്കാണ്. ഇപ്പോൾ ശാസ്ത്രരംഗത്തായാലും സാങ്കേതിക രംഗങ്ങളിലൊക്കെയാലും ഇപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ കൂടുതൽ എല്ലാ വിധത്തിലും നിങ്ങളുടെ തലച്ചോറ് അതിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. വിരൽത്തുമ്പിലേക്ക് ലോകത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോകാനുള്ള എല്ലാവിധ വിവരവും അതിനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളൊക്കെ നിങ്ങൾ സ്വായത്തമായിട്ടിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്രോൾ പമ്പ് എവിടെ, അല്ലെങ്കിൽ നല്ല ഹോട്ടൽ എവിടെയെന്ന് ചോദിച്ചാൽ പിള്ളേർ ഉടനെ മൊബൈൽ എടുത്ത് ഗൂഗിൾ എടുത്ത് നോക്കി അതിനുള്ള പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു കഴിയും. പ്രധാനാധ്യാപിക സിസ്റ്റർ റാണിറ്റ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സിൻഡോ ദേവസി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണം നടന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി പിൻവലിച്ച സർക്കാരിനെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറിയാട് മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. UDF എറിയാട് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ PK മുഹമ്മദ്, PP ജോൺ, CM മൊയ്തു, സൈനുദ്ദീൻ കാട്ടകത്ത്, PA മുഹമ്മദ് സക്കീർ, KM സാദത്ത്, EK സജീവൻ, PH നാസർ, PA മനാഫ് എന്നിവർ പ്രസംഗിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാക്കളായ PK ചന്ദ്രബാബു, NM ഫൈസൽ, TK സക്കീർ, AI ഷുക്കൂർ, EK ദാസൻ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ഇടവിലങ്ങ് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ED ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KM ശിവരാമൻ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ സുബി പ്രമോദ്, ബ്ലോക്ക് സെക്രട്ടറി NM അഷ്റഫ്, CC വത്സല, EF ബെന്നി, യൂണിറ്റ് പ്രസിഡന്റ് PD ധർമ്മബാലൻ, സെക്രട്ടറി PM മൊയ്തീൻ, NA ഇസ്മാലി, KK സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ഒന്നാം ദിവസം പുരാണ പാരായണം, മേളം, ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നു. വൈകിട്ട് പുരാണ പാരായണം, മേളം, ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. നാളെ മഹാശിവരാത്രി ആഘോഷ ദിവസം അഖണ്ഡ നാമജപം, സഹസ്രക്ഷീര മഹാകുംഭാഭിഷേകം, പ്രസാദോട്ട്, മേളം, പുരാണ പാരായണം, മേളം, ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും.
പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മാള വലിയ പറമ്പിൽ ബീവറേജ് ഷോപ്പ് പുനഃസ്ഥാപിക്കുവാനുള്ള അനധികൃത നീക്കത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. മദ്യശാല ആരംഭിക്കുന്നതിൽ നാട്ടുകാരെ കൂടി കേൾക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കുഴൂർ തെക്കൻ താണിശ്ശേരി സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ പഠനോത്സവവും ICICI ഫൗണ്ടേഷൻ നൽകിയ അസ്ട്രോണമി ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.